സ്പീഡോ ഫോർമുല നമ്പർ 99 അപ്ലൈ ചെയ്യ്. നിന്റെ സൈസ് വലുതാക്ക്. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതിന് 2 വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക് ഐഡിയ. ഫാന്റാസ്റ്റിക്കിനെക്കാളും ഒരുപാട് ഫാന്റാസ്റ്റിക്, സൂപ്പർ ഫാന്റാസ്റ്റിക്. ഏതാണ്ട് ഈ ഫാന്റാസ്റ്റിക് ലോലിപോപ്പിനെ പോലെ. ശരി, ഓക്കെ, ഞാനിപ്പോ ഈ ലോലിപോപ്പ് കഴിച്ചോട്ടെ. ടോണി ബോസ്, ദേ അങ്ങോട്ട് നോക്കൂ. കീക്കോ ദിവസവും എങ്ങനെയൊക്കെയാ കിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. നല്ല രസമുണ്ടല്ലേ? പക്ഷെ നീ എന്താ ചെയ്യുന്നേ? വെറുതെ ഈ ബോക്സിംഗ് ഗ്ലൗസ് കയ്യിലിട്ട് നാട് ചുറ്റി വരികയല്ലേ? ഒരിക്കലും ബോക്സിംഗ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. കാരണം ടോണിയുടെ പഞ്ച് എന്റെ ഇടി വാങ്ങിയവൻ പാപ്പട പോലെ പൊടിഞ്ഞു പോകും. പക്ഷെ കിക്കോടെ കിക്ക് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് അവൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് എസ്കേപ്പ് ആകും. പക്ഷേ ഓവർ കോൺഫിഡൻസ് കാര്യത്തിൽ ടോണി ബോസ് നമ്പർ 1. ഈ ടോണിയോട് ഒരു കളിച്ചാലുണ്ടല്ലോ. ടോണി, നീ ആ മരത്തിന്റെ അടുത്തൊന്ന് മാറി നിൽക്ക്. അല്ലെങ്കിൽ ആ ബ്രിക്സ് നിന്റെ ദേഹത്ത് വീഴും. കാരണം ഞാൻ എല്ലാ ബ്രിക്സിനെയും ഒറ്റ ജമ്പിൽ തകർക്കാൻ പോവാ. ഇവിടെയുള്ള എല്ലാ ബ്രിക്സിനെയും നിനക്ക് ഒറ്റ ജമ്പിൽ തകർക്കാൻ പറ്റോ? ഇത് നല്ല തമാശയാണ് കിക്കോ. ഒറ്റ കിക്കിൽ നീ എല്ലാ ബ്രിക്സും പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതിൽ ഒന്നുപോലും തകർന്ന് താഴെ വീണില്ലല്ലോ. ടോണി ബോസ് എപ്പോഴും ഓവറായിട്ട് സംസാരിക്കും. ടോണി ബോസിന്റെ തലയിൽ ഇതാ ബ്രിക്ക് വീണിരിക്കുകയാണ്. മേരാങ്കിൾ, ടെമ്പോ അണ്ണ, ഇത്ര വേഗത്തിൽ നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ നമ്മുടെ ഡോക്ടർ ഖുറാന എന്തോ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. ചേടാ, എന്താ ഈ സാധനം? കെട്ടിടങ്ങൾ കെട്ടാനുള്ള സിമെന്റ് റോളർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ടെമ്പോ അണ്ണ, നിങ്ങൾ ചക്പെട്ടിനെ പോലെ എന്താ ഇങ്ങനെ എടുത്തെറിഞ്ഞ് സംസാരിക്കുന്നത്? ടെമ്പോ അണ്ണ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ എന്താലോചിച്ച ഇങ്ങോട്ട് വന്നെന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയൊരു അപൂർവമായ കാര്യം കണ്ടുപിടിച്ച് വെച്ച് കാണുമെന്ന് കരുതി. ഇവിടെ വന്ന് നോക്കിയാൽ ഒരു സാധാരണ മിക്സർ ആണല്ലോ വെച്ചിരിക്കുന്നത്. അല്ല മേരാങ്കിൾ, ഈ ഒരു സാധനം ഡോക്ടർ ഖുറാനയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അത് സാധാരണ കാര്യമായിരിക്കില്ല. ഇത് വളരെ പവർഫുൾ ആയ ഒരു മിക്സറാണ്. ഇതിന് നമുക്ക് സൺസിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ധാരാളമായിട്ട് യൂസ് ചെയ്യാം. ഒരൊറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ഡെമോ കാണിക്കാം. ക്യാപ്റ്റൻ, ഫയർ ബോംബ്സ്. ഓ നോ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല കേക്കോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല.
താങ്ക് യു കിക്കോ. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡെമോ കാണിക്കാം. ക്യാപ്റ്റൻ ഫയർ മിസൈൽ. ജനങ്ങൾക്ക് ആവശ്യം സേഫ്റ്റിയാണ്. സേഫ്റ്റിക്ക് ആവശ്യം ഡിഫൻസ്. ആർട്ട് ഓഫ് ഡിഫൻസ്. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? സാറപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ മിക്സർ വെച്ച് നമുക്ക് പുറത്തു നിന്ന് വരുന്ന അറ്റാക്കിനെ, റോക്കറ്റ് അല്ലെങ്കിൽ ബോംബ് അറ്റാക്കിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഒരുപക്ഷെ ഗണ്ണ് വെച്ച് ആരെങ്കിലും ഷൂട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? പറയൂ. അതിനും ഒരു വഴിയുണ്ട്. ഇപ്പൊ നോക്കിക്കോ. അതായത് നമ്മൾ ഏത് സാധനത്തിന്റെ പേരായാലും ഈ മിക്സറിൽ ടൈപ്പ് ചെയ്താൽ ഈ മിക്സർ ആ സാധനത്തിനെ അകത്തോട്ട് വലിച്ചെടുക്കോ? കറക്റ്റ് കിക്കോ. കലക്കി. വളരെ അത്ഭുതകരമായ സംഭവം തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡോക്ടർ ഖുറാന. ഇതിന് നമ്മൾ സൺസിറ്റിയിലെ ഓരോ സ്ഥലത്തും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൺസിറ്റിയിൽ പുറത്തു നിന്ന് എന്ത് അറ്റാക്ക് വന്നാലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമല്ലോ, അല്ലേ? എന്ത് പറയുന്നു കീക്കോ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മേയർ അങ്കിൾ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നല്ലൊരു സാധനം തെറ്റായ കൈകളിൽ പോയി ചേർന്നാലോ? അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും വരരുത്. അയ്യോ, കേക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ സൺ സിറ്റിയിലുള്ള ഒരു ബോൾട്ടിനെ പോലും ആർക്കും ഊരി മാറ്റാൻ പറ്റില്ല. സൺ സിറ്റി ജനങ്ങളെ, ഇതുവരെ നിങ്ങൾ വെള്ളം, ഐസ് അല്ലെങ്കിൽ തീയുടെ മഴ കണ്ടു കാണും. പക്ഷെ ബ്രിക്സിന്റെ മഴ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ബ്രിക് മാൻ എപ്പോ വിചാരിച്ചാലും ശരി ശത്രുവിനെ ബ്രിക്ക് കൊണ്ട് അടിച്ചു കൊല്ലും. എന്റെ ദൈവമേ, ഒരുപാട് ബ്രിക്സ് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓ നോ, R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. ഇത്രയും ബ്രിക്സിനെ കിക്ക് ചെയ്ത് പൊട്ടിക്കാൻ ഏതായാലും ഒരുപാട് സമയമെടുക്കും. വേറെന്തെങ്കിലും ഐഡിയ ചെയ്തേ പറ്റൂ. ഡോക്ടർ ഖുറാന, എത്രയും പെട്ടെന്ന് ആ മിക്സറിൽ ബ്രിക്ക് എന്ന് ടൈപ്പ് ചെയ്യേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. അതിനിടയിൽ എന്റെ സ്പാനർ വെച്ച് ഞാൻ ഈ ബ്രിക് മാൻ ഒരു വഴിയാക്കും. അയ്യോ, ആ ബ്രിക് മാൻ എന്റെ സ്പാനറിന് പീസ് ആക്കി കളഞ്ഞല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നോർമൽ ബ്രിക്സ് അല്ല. വളരെ സ്പെഷ്യലായ മെറ്റലിൽ ചെയ്ത ബ്രിക്സ് ആണത്. കൊള്ളാം, കാലക്കി. അവസാനം ആ മിക്സ്ചർ എനിക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇത് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് കൊള്ളയടിക്കാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയിലെ ജനങ്ങളും തേങ്ങിക്കരഞ്ഞുകൊണ്ട് നാട് വിട്ടോടും. എന്തായാലും ഒരു പ്രാവശ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സ്ട്രോങ് ആയ മെറ്റലാണോ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. അതിനുശേഷം സൺസിറ്റിയിലെ മൊത്തം പണവും കൊള്ളയടിച്ച് ഞാനങ്ങ് പറന്നു പോകും. കൊള്ളാം,
കലക്കി. ഇത് അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം തന്നെ. ഇന്നു മുതൽ ഞാൻ രാത്രിയിൽ സ്വർണത്തിന്റെ മേലെ കിടന്നുറങ്ങും. എന്റെ സ്വപ്നവും സ്വർണമായിരിക്കും. അതിന്റെ കൂടെ കെട്ടുകെട്ടായി പണവും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്ന് ഞാൻ സൺ സിറ്റിയിലുള്ള മൊത്തം പണവും ജ്വല്ലറീസും എല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കോടീശ്വരനാണ്. സൺ സിറ്റി ടോട്ടലായിട്ട് എംപ്റ്റി ആയിപ്പോയി. ബ്രിക്മാൻ, ഇങ്ങനെ കൊള്ളയടിക്കുന്നത് വളരെ തെറ്റാണ്. ഞാനിപ്പോ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാ, നീ മോഷ്ടിച്ചതെല്ലാം തിരിച്ചു റിട്ടേൺ ചെയ്തേക്ക്. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഒരുപാട് പേടിച്ചു പോയി. എന്റെ കൈകാലൊക്കെ വിറക്കുന്നു. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ബ്രിക്മാൻ ബ്രിക്സ് വെച്ച് നമ്മളെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് അവനെ തടഞ്ഞു നിർത്തിയിട്ട് മിക്സർ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഫോർമുല നമ്പർ 25 അപ്ലൈ ചെയ്യ്. ഓക്കേ ബ്രോ, ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 25 ആക്ടിവേറ്റ് ചെയ്തിട്ട് ബ്രിക്മാന്റെ ഷിപ്പ് ഞാൻ ഡാമേജ് ചെയ്തേക്കാം. ബ്രിക്മാന്റെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നീ ഒരുപാട് ഖേദിക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 111. ഓൾറൈറ്റ് ബ്രോ, അപ്ലൈയിങ് ഫോർമുല 111. എല്ലാവരും എന്റെ കൂടെ കീഴിൽ വന്ന് നിൽക്കൂ. ബ്രിക്സ്മാന്റെ ബ്രിക്സ് എല്ലാം വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നല്ലോ. ഇതൊക്കെ സ്പെഷ്യൽ മെറ്റൽ ഉണ്ടായിരിക്കണം ചെയ്തിരിക്കുന്നത്. ആ ബ്രിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം സൂപ്പർ സ്പീഡോ. സ്പീഡ് അല്പം കൂട്ട്. ആ ബ്രിക്സിന് പാരലൽ ആയിട്ട് ചെല്ല്. ഞാൻ ആ ഷിപ്പിനകത്ത് പോകാൻ ട്രൈ ചെയ്യാം. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ടർബോ ജെറ്റ് സ്പീഡ്. സ്പീഡ് കൂട്ടി നീ ബ്രിക്മാന്റെ ഷിപ്പിന് പാരലലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ? പക്ഷെ ബ്രിക്മാന്റെ ബ്രെയിനിനെ നിനക്ക് ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കീക്കോ, എനിക്കിപ്പോ തോന്നുന്നു നമ്മള് ബ്രിക്മാനെ തിരിച്ചടി കൊടുക്കുന്നത് കല്ല് വെച്ചായിരിക്കണം. വേണ്ട സൂപ്പർ സ്പീഡോ, കല്ല് ഉപയോഗിച്ച് ബ്രിക്മാന് തിരിച്ചടി കൊടുക്കരുത്. ബ്രെയിൻ യൂസ് ചെയ്ത് തിരിച്ചടി കൊടുക്കണം. പക്ഷേ കീക്കോ, നമ്മളിപ്പോ ബ്രിക്മാൻ എവിടെ പോയി കണ്ടെത്തും? എങ്ങനെ തേടും? ബ്രിക്മാനെ തേടി കണ്ടെത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവൻ തന്നെ സൺസിറ്റിയെ തേടി തിരിച്ചു വരും. നോക്കിക്കോ. അയ്യോ, അവൻ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? ഓൾറെഡി അവൻ ഈ മൊത്തം സൺസിറ്റിയും കൊള്ളയടിച്ചോണ്ട് പോയിരിക്കല്ലേ. അവൻ എല്ലാം അടിച്ചു മാറ്റി. പക്ഷെ ഇപ്പോഴും വില ഉയർന്ന ഒരു സാധനം സൺസിറ്റിയിൽ ബാക്കിയുണ്ട്. അതാണ് ഈ R7 വാച്ച്. ബ്രിക്മാൻ ഈ വാച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയതും ഇത് അടിച്ചു മാറ്റാൻ വീണ്ടും അവൻ തിരിച്ചെത്തും. അടിപൊളിയാണ്, കൊള്ളാം, വളരെ നല്ല ഐഡിയ ആണിത്. എപ്പോഴാണ് അവൻ R7 അടിച്ചു മാറ്റാൻ വരുന്നത്? ആ സമയം നോക്കി അവനെ പിടികൂടാം. ബ്രിക്മാനോട് R7 കുറിച്ചുള്ള മെസ്സേജ് പറയാൻ നിങ്ങൾ ടിവിയിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരും. എന്റെ ഈ രണ്ട് ആയുധങ്ങളും അടിപൊളിയാണ്. നിങ്ങൾ രണ്ടുപേരെയും ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ ലോകത്തെ ഞാൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി ഞാൻ മാറും. സൺ സിറ്റിയെ കൊള്ളയടിച്ചതിന് ശേഷം ഒരൽപ്പം TV കണ്ട് റിലാക്സ് ചെയ്യാം. അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയെന്ന് നോക്കാം. ഈ സൺസിറ്റിയിൽ നിന്നും പണം, സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട്സ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വളരെ വിലയുയർന്ന ഒരു വാച്ച് ഉണ്ട്. കീക്കോയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ R7 വാച്ച് ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയായ വാച്ച് ഇതാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കോസ്റ്റ്ലിയായ വാച്ച് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പണക്കാരനായ എന്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്. ആ മേയർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആർക്കും ആ R7 വാച്ചിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലെന്നോ?
ഞാൻ അവിടെ പോവുകയും ചെയ്യും. ഞാൻ എന്റെ മിക്സർ യൂസ് ചെയ്ത് R7-നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഒരു പ്രാവശ്യം നീ എന്റെ മുൻപിൽ വന്ന് നിന്നാൽ അത്രേ ഉള്ളൂ. പിന്നെ R7 നിന്റെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ തേടി വന്നവൻ ഇപ്പോൾ എന്റെ കൺമുൻപിൽ തന്നെ ഉണ്ട്. സ്റ്റാച്യുവിന്റെ അടുത്തുണ്ട്. മിക്സർ യൂസ് ചെയ്ത് ഞാൻ R7 ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അവൻ അറിയില്ല. ബ്രിക്മാൻ വിചാരിച്ചാൽ മതി. ശത്രുക്കളെ അടയാളമില്ലാതെ നശിപ്പിച്ചിരിക്കും. ഷടാ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? R7 എന്താ മിക്സറിലേക്ക് വരാത്തത്? ഞാൻ നേരിട്ട് താഴേക്ക് ചെന്ന് ചെക്ക് ചെയ്തേക്കാം. ഷടാ, ഇതെന്താ? കീക്കോയുടെ ഡമ്മിയോ? അപ്പൊ പിന്നെ കീക്കോ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെയുണ്ട് ബ്രിക്മാൻ. ഓ, എന്നെ താഴോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി നീ ചെയ്ത പ്ലാൻ ആണ് ഇതെല്ലാം അല്ലേ? R7 നിനക്ക് ഒരിക്കലും കിട്ടില്ല ബ്രിക്മാൻ. പക്ഷെ നിന്റെ ഷിപ്പ് ഇപ്പൊ ചിന്ന ഭിന്നമായി ചിതറിപ്പോവും. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 88. ബ്രില്യന്റ് ഐഡിയ ബ്രോ. ഫോർമുല 88 ഇവിടെ അപ്ലൈ ചെയ്ത് ബ്രിക്മാന്റെ ഷിപ്പിനെ ആങ്കർ ഇട്ട് കെട്ടിവെച്ചേക്കാം. കീക്കോ, ഞാൻ ഈ ഏങ്കറിൽ കൂടെ ഷിപ്പിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി ബ്രിക്മാൻ എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. ബ്രിക്മാൻ, ഇപ്പൊ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മര്യാദക്ക് നീ എന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. കീക്കോ, എന്നെ കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കേ. ഹേ കുട്ടികളെ, അവിടുന്ന് ഓടിക്കോ. ബ്രിക്ക് വന്ന് തലയിൽ വീഴും. കേക്കോ, നിന്റെ പവർ യൂസ് ചെയ്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ബ്രിക്മാനോട് ഏറ്റുമുട്ടിയാൽ എന്താവും അറിയാലോ? ശത്രുവിനെ അടയാളമില്ലാതെ നശിപ്പിക്കും ഞാൻ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. എങ്ങനെയെങ്കിലും നമുക്കവനെ മടക്കി പിടിച്ചേ പറ്റൂ. ഡോണ്ട് വറി കിക്കോ, ഇന്നിവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യവും അവനെ എന്റെ ബ്രിഡ്ജ് സ്കെച്ച് വെച്ച് അറസ്റ്റ് ചെയ്തേ പറ്റൂ. ബ്രിക്മാനോട് ഏറ്റുമുട്ടിയാൽ എന്താവുമെന്ന് അറിയാമല്ലോ? ശത്രുവിനെ അടയാളമില്ലാതെ നശിപ്പിച്ചിരിക്കും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 99 അപ്ലൈ ചെയ്യ്. നിന്റെ സൈസ് വലുതാക്ക്.
ഇപ്പൊ ഞാൻ R7 എങ്ങോട്ട് കൊണ്ടുവരും നോക്കിക്കോ. സൂപ്പർ സ്പീഡോ R7 ആ മിക്സറിനകത്ത് പോകാതെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. വേഗം ചെല്ല്. ഫോർമുല നമ്പർ 141. വേറെ ഒരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഓക്കേ ഡ്യൂഡ്, അപ്ലൈയിങ് ഫോർമുല 141. ഓ, എന്റെ ഷിപ്പ്, എന്റെ ബ്രിക് കാനൻ, എന്റെ ഷിപ്പ്. സൂപ്പർ വോളിയബിൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഡ്രാമ ഡാൻസ് ഒന്ന് കളിക്ക് മറിക്കാം എന്നുവെച്ചാ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. വെൽക്കം എവരിവൺ. സൺ സിറ്റിയുടെ ഏറ്റവും വലിയ മാത്രമല്ല സേഫായ മ്യൂസിയത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു സൺ സിറ്റി. കീക്കോ, എല്ലാരും അവരവരുടെ കൺട്രിയിൽ നിന്ന് നമ്മുടെ സൺസിറ്റി മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണോ? അല്ല ഡോഡോ, ഡിഫറെന്റ് കൺട്രീസിന്റെ ഇന്റലിഗേറ്റ്സ് എല്ലാവരും നമ്മുടെ സൺസിറ്റിയിലുള്ള ഈ സൂപ്പർ സേഫ് മ്യൂസിയത്തിൽ അവരവരുടെ കൺട്രീസിലുള്ള വളരെ വില ഉയർന്ന പ്രാചീനമായ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ കാണാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. യെസ്, ബിക്കോസ് നോട്ട് ഓൺലി ദ മ്യൂസിയം ഈസ് സേഫ്, പക്ഷേ സൺസിറ്റിയിൽ കീക്കോയെ പോലെ ധീരനായ ഒരു ചെക്കൻ ഉണ്ടെന്ന് കേട്ടു. അതുപോലെ സൂപ്പർ സ്പീഡോയും ഉണ്ടെന്ന് കേട്ടു. അതൊരു സൂപ്പർ കാറാണെന്നും ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇവിടെ എല്ലാം സേഫ് താങ്ക് ആയിരിക്കും. യു. ഇത് കാരണം നിങ്ങൾക്കും ഞങ്ങളുടെ സൺസിറ്റിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ കീക്കോ, ഇതിൽ നിന്ന് സൺസിറ്റിക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഒരൊറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ ഹൗ? ഈ കൺട്രീസിന്റെ വളരെ അപൂർവമായ സാധനങ്ങൾ നമ്മുടെ മ്യൂസിയത്തിൽ സേഫ് ആയിട്ടുണ്ടാവും. ഇവരെ പോലെയുള്ളവർ ടിക്കറ്റ് വാങ്ങി കാണാൻ വരുമ്പോൾ സൺസിറ്റിയുടെ ഗവൺമെന്റിനാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഓ, അതായത് ഒറ്റക്കല്ലിൽ രണ്ട് മാങ്ങ അല്ലേ? ഇത് കണ്ടോ? വല്ല ഹബീബി സബാഷ്. മേയർ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ വിലയുയർന്ന സാധനങ്ങളെല്ലാം വളരെ സേഫ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള സെക്യൂരിറ്റി ഇൻചാർജ് ആരാണെന്ന് പറയാൻ പറ്റുമോ?
യെസ് യെസ്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസറെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ധാരാളമായിട്ടും കാണാം. അയാളാണ് മിസ്റ്റർ ജോർജ്. ഇയാളാണ് ഞങ്ങളുടെ ഈ മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ. നിങ്ങൾ എല്ലാവരുടെയും നാട്ടിലെ സാധനങ്ങൾ ഈ മ്യൂസിയത്തിൽ വളരെ സേഫ് ആണ്. കാരണം ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു കള്ളന് മാത്രമല്ല, ഒരു ഈച്ചയ്ക്ക് പോലും അകത്തേക്ക് കടക്കാനാവില്ല. ചെമ്പത്, ഈ ഈച്ചയെ കൊണ്ടുപോയി മ്യൂസിയത്തിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് വാ. ഈ മ്യൂസിയത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് പുതിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ടെമ്പു അണ്ണാ, നിങ്ങൾ ആ കർട്ടനെ ഒന്ന് റിമൂവ് ചെയ്തേ, എന്നിട്ട് ആ അത്ഭുത കാഴ്ച അവരെല്ലാവരും കാണട്ടെ. അയ്യോ, ആ ബൊമ്മകളെയൊക്കെ കാണാൻ ഞങ്ങളെ പോലെ തന്നെയുണ്ട്. വല്ല ഹബീബി, എനിക്ക് നിങ്ങളുടെ ഈ ഐഡിയ വളരെ വളരെ ഇഷ്ടമായി. ഇതെല്ലാം കാണാൻ ഒറിജിനൽ പോലെ തന്നെയുണ്ടല്ലോ. ഒറിജിനലിനെക്കാളും 100% ഒറിജിനൽ. എനിക്ക് തയ്ക്കുന്നു. ഞാൻ കുറച്ച് ലസ്സി കുടിക്കട്ടെ. മിസ്റ്റർ മേയർ, നിങ്ങളുടെ ഈ പുതിയ അഡിക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിനുശേഷം സൺസിറ്റിയും ഞങ്ങളുടെ കൺട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവും. ഊഷലലല ഊ ബീഗാജലല ബുവാ ദിങ്ക ബോയിങ്ക ജബാ ജബാ. ഒരു കാര്യം പല ലാംഗ്വേജിൽ പറയാനും പറ്റും, പക്ഷെ അത് 4 പേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതാണ് നല്ല കാര്യം. അദ്ദേഹം ഇപ്പൊ ചോദിച്ചതിന്റെ കാര്യം, ഇത്രയും വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി ആരെങ്കിലും അകത്തേക്ക് വന്ന് അടിച്ചു മാറ്റിട്ട് പോകാൻ പറ്റോ? അതിന് പകരം സാർ ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയോ? കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ കള്ളനൊന്നും കൊള്ളയടിച്ച് പോവാനും പറ്റില്ല. ഇവിടെയുള്ള ഒരു സാധനം ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. വരൂ, ഞാൻ നിങ്ങൾ എല്ലാവരെയും പുറത്തേക്ക് സെൻഡ് ഓഫ് ചെയ്തേക്കാം. മ്യൂസിയം ക്ലോസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കിക്കോ, വരൂ, നമുക്ക് പുറത്തേക്ക് പോകാം. ഒറിജിനൽ ജംസ് അതെന്റെ മാസ്റ്ററിന്റെ കയ്യിലുണ്ടാവും. മാസ്റ്റർ എല്ലാം പറഞ്ഞതുപോലെ അവിടെ വന്ന് മീറ്റ് ചെയ്യൂ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ദേ ആ മ്യൂസിയത്തിന്റെ അടുത്തുനിന്നാ വരുന്നത്. പക്ഷേ മ്യൂസിയം ഇവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ ഉള്ളത്. വേറെ വഴിയില്ല, സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം മ്യൂസിയത്തിലേക്ക് ചെല്ല്. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ബ്രോ, മിന്നൽ വേഗത്തിൽ ഞാനിപ്പോൾ പറന്ന് ചെന്നേക്കാം. കീക്കോ, നിനക്കൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മ്യൂസിയം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ചെല്ല്, പോയി നാളെ വാ. അങ്കിൾ, ഞാൻ മ്യൂസിയം ചുറ്റിക്കാണാൻ വന്നതല്ല. എന്റെ R7 പെട്ടെന്ന് ബ്ലിങ്ക് ആയി. ഈ മ്യൂസിയത്തിൽ നിന്നാണ് അതിന്റെ സിഗ്നൽ വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം.
നിങ്ങൾ ഒരു പ്രാവശ്യം അകത്ത് ചെന്നൊന്ന് ചെക്ക് ചെയ്യോ? ചെക്ക് ചെയ്യേണ്ടത് മ്യൂസിയം അല്ല, നിന്റെ R7 ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അതെങ്ങനെ അത്രയും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്? കാരണം മ്യൂസിയത്തിനകത്ത് CCTV ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ബീറ്റ് സെൻസറും വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മ്യൂസിയത്തിനകത്ത് നമ്മളറിയാതെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കാരണം ആ സെൻസർ ആക്ടിവേറ്റ് ആകും. അലാറം അടിക്കാനും തുടങ്ങും. ആ സെൻസർ രാത്രി 9 മണി മുതൽ രാവിലെ 9 മണി വരെ ആക്ടിവേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ മ്യൂസിയത്തിനകത്ത് മനുഷ്യർക്ക് മാത്രമല്ല ഒരു ഈച്ചയ്ക്ക് പോലും പ്രവേശിക്കാനാവില്ല. ഈ കൊതുകിനെ ഈച്ചയും ചേർത്ത് ഇവരെയും പുറത്താക്ക് വേഗം. ശരി, സമ്മതിക്കുന്നു. R7 ചിലപ്പോ തെറ്റായി ബ്ലിങ്ക് ചെയ്തതാവും. പക്ഷേ ജോർജ് അങ്കിൾ, ഇങ്ങനെ സംഭവിക്കാനും ചാൻസ് ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതറിയാതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണെങ്കിലോ? ആൻഡ് ആഫ്റ്റർ ഓൾ, ഇവിടുത്തെ സെക്യൂരിറ്റി ഇൻചാർജ് നിങ്ങൾ തന്നെയാണ്. ശരി, ഓക്കെ കിക്കോ. ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് നീ പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ട് മ്യൂസിയത്തിനെ ഈ രാത്രി ഓപ്പൺ ചെയ്തു. പക്ഷേ അകത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആ ഹാർട്ട് ബീറ്റ് സെൻസറിനെ ഡീആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. എന്ന് വെച്ചാൽ ജോർജ് അങ്കിള് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നല്ല കാര്യം ചെയ്യാൻ പോവാ. എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും നല്ല കാര്യം മാത്രമല്ലേ ചെയ്യാറുള്ളൂ. ശരി, ഓക്കെ. അലാറം ഡീആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. അകത്തേക്ക് വരൂ. ഇപ്പൊ കണ്ടില്ലേ? നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ഇവിടെ എല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല. ജോർജ് അങ്കിൾ, നമുക്കൊരു പ്രാവശ്യം ടോട്ടൽ മ്യൂസിയവും ഒന്ന് ചെക്ക് ചെയ്താലോ? അങ്ങോട്ട് നോക്ക്. ആരോ ചോക്ലേറ്റ് കഴിച്ചിട്ട് റാപ്പർ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കാ. ചപ്പും ചാറും അവിടെ ഇവിടെ എറിയുന്നത് വളരെ വലിയ തെറ്റാ. വെരി ബാഡ് ഹാബിറ്റ്. ഇതിൽ നിന്ന് ഞാനൊരു അല്പം കഴിച്ചോട്ടെ. നിങ്ങളുടെ ഈ റിസർച്ച് ഒക്കെ കഴിഞ്ഞെങ്കിൽ വേഗം പുറത്തു പോകാൻ നോക്കുക. ചെല്ല്. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു തെറ്റ് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല. എല്ലാവരും വേഗം പുറത്തേക്ക് ചെല്ല്. എന്റെ R7 ഇതുവരെ അങ്ങനെ തെറ്റായ സിഗ്നൽ തന്നിട്ടേ ഇല്ല. എന്തായാലും അതിലെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. കറക്റ്റ് കിക്കോ. R7ന്റെ ഡേഞ്ചറസ് സിഗ്നൽ രാത്രി സമയത്താണ് വന്നത്. സോ ഇന്ന് രാത്രി നമുക്ക് മ്യൂസിയത്തിന്റെ കുറച്ചകലം മാറി നിന്ന് മ്യൂസിയത്തിന് വാച്ച് ചെയ്തോണ്ടിരിക്കാം. ട്വിങ്കിളിന്റെ ഈ ഐഡിയ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ബ്രില്യന്റ്. മ്യൂസിയം നോക്കിയിരുന്ന് എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നു. ഞാനൊരൽപ്പം എന്തെങ്കിലും കഴിച്ചോട്ടെ. കിക്കോ, എനിക്കെന്താ തോന്നുന്നു വെച്ചാ ഒരുപക്ഷെ ജോർജ് അങ്കിൾ എന്തെങ്കിലും കുലുമാല ഒപ്പിച്ചു വെക്കുന്ന. ഒരുപക്ഷെ അദ്ദേഹം രാത്രി സമയത്ത് ആ ഹാർട്ട് ബീറ്റ് സെൻസർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് മ്യൂസിയത്തിന്റെ അകത്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെന്തെങ്കിലും കുലുമാല ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും R7 ബ്ലിങ്ക് ആയത്. പക്ഷേ ഇന്നലെ നമ്മൾ മ്യൂസിയത്തിനകത്ത് ചെന്നപ്പോ അവിടെ എല്ലാം നോർമൽ ആയിരുന്നല്ലോ. എല്ലാ സ്ഥാനങ്ങളും അതിന്റെ സ്ഥാനത്ത് നോർമൽ ആയിരുന്നു. പക്ഷേ കീക്കോ, ചില സമയത്ത് നമ്മൾ കാണുന്നത് സത്യാവസ്ഥയാവില്ല. നീ പറഞ്ഞതും ശരിയാ സൂപ്പർ സ്പീഡോ. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മള് R7ന്റെ ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് ഇവിടെ എല്ലാം നോർമൽ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മ്യൂസിയത്തിന്റെ ബാക്ക് സൈഡിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആർക്കും അത് കണ്ടാൽ ഒരിക്കലും സംശയം വരില്ല. പയ്യെ പയ്യെ ഞാൻ മ്യൂസിയത്തിലുള്ള എല്ലാ
ആ സൈഡിൽ ആരോ ഓടിപ്പോകുന്ന പോലെ തോന്നുന്നു. സൂപ്പർ സ്പീഡോ, വേഗം എന്നെ ഹൈവേയിൽ ഇറക്കി വിട്ടേക്ക്. ഞാൻ ചെന്ന് അയാളെ ഫോളോ ചെയ്യാം. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറയൂ. ഈ പുക കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ ആ പുകയടി മലയിൽ വെള്ളമൊഴിച്ച് അതിനെ നശിപ്പിച്ചേക്കാം. കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവൾ എസ്കേപ്പായി. കീക്കോ, നീ അവളുടെ മുഖം കണ്ടായിരുന്നോ? മുഖം എനിക്ക് ശരിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ ആരാണെന്ന് എനിക്കറിയാം. ആ ഡെലിഗേറ്റ്സിൽ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവളാണിപ്പോ ഓടിപ്പോയത്. അവളുടെ കൂടെ അവളുടെ പാർട്ട്ണറും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവനാണ് എന്റെ നേർക്ക് സ്മോക്ക് ബോംബ് ഷൂട്ട് ചെയ്തത്. മമ്മി, നീ ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത് കിക്കോ? അവര് വളരെ നേരും നെറിയുമുള്ള ഒരു ലേഡിയാണ്. അങ്ങനെയുള്ള ഒരാള് എന്തിനാണ് ഇത് കടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നത്? പക്ഷേ മേയറെങ്കിൽ ഒരുപക്ഷെ അവർ മോഷ്ടിച്ചില്ലെങ്കിൽ എന്നെ കണ്ടിട്ട് എന്തിനാണ് ഇവിടുന്ന് ഓടിപ്പോയത്? പക്ഷെ മ്യൂസിയത്തിൽ നിന്ന് ഒരു സാധനവും മോഷ്ടിച്ചതായി എനിക്കിതുവരെ ഒരു കംപ്ലൈന്റും വന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും മ്യൂസിയത്തിൽ ചെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ആ അങ്കിൾ, സ്റ്റോപ്പ്. ഇത് കണ്ടോ? രാത്രി 10:15 മുതൽ 10:30 വരെയുള്ള ഫുട്ടേജ് കാണുന്നില്ല. ആരോ CCTV ക്യാമറാസിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് സെൻസർ ഉള്ളവർ അങ്ങനെ ചെയ്യാൻ പോസിബിലിറ്റീസ് ഇല്ല. അങ്ങനെ ഒരു പക്ഷേ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കാരണം അലാറം അടിച്ചു കാണും. ചിലപ്പോ അത് ഇങ്ങനെ സംഭവിച്ചു കാണും. ഒരുപക്ഷെ ഇവിടെ വന്നവർക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലോ? പക്ഷെ കീക്കോ, മ്യൂസിയത്തിലുള്ള എല്ലാ സാധനങ്ങളും അതേ സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാം വെച്ചതുപോലെ അതേ സ്ഥലത്തുണ്ട്. ശരി, വരൂ നമുക്ക് നോക്കാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 73. ഫാന്റാസ്റ്റിക് ഐഡിയ ബ്രോ. ഫോർമുല 73 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാം. ഒറിജിനൽ ആണോ നോക്കാം. കീക്കോ, ആ ജെംസ് എല്ലാം ഡമ്മിയാണ്. അവിടെയുള്ള ഏൻഷ്യൻ കോയിൻസും അതുപോലെ തന്നെയാണ്. പക്ഷെ ഡയമണ്ട്സ് ഒറിജിനൽ ആണ്. മമ്മി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആരാണ് ഇതെല്ലാം കൊള്ളയടിച്ചോണ്ട് പോയത്? അഥവാ കൊള്ളയടിച്ചതാണെങ്കിൽ കള്ളൻ ഏത് വഴിക്കാണ് വന്നത്, ഏത് വഴിക്കാണ് പോയത്? ദേ അത് കണ്ടോ, അവിടെ ഒരു വഴിയുണ്ട്. ബാക്കിയുള്ള എല്ലാ വിൻഡോസിലും ഡസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു വിൻഡോ മാത്രം ക്ലീൻ ആണ്. എന്ന് വെച്ചാൽ ആരോ ആ വഴിക്ക് വന്നു പോയിട്ടുണ്ടെന്നർത്ഥം. അഥവാ ആരെങ്കിലും ആ വഴിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കാരണവും അലാറം റിംഗായി കാണും. നമുക്കിപ്പോ അത് കണ്ടുപിടിക്കാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 73 അപ്ലൈ ചെയ്തിട്ട് ആ സ്റ്റാച്യു ഒന്ന് സ്കാൻ ചെയ്യേ. ഇതൊരു സ്റ്റാച്യു അല്ല, ഇതൊരു ഹ്യൂമനോയിഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരെ പോലെയുള്ള ഒരു റോബോട്ട്സിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അലാറം റിംഗ് ആവില്ല. അടിപൊളി കീക്കോ, നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അവസാനം ഞാൻ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ നിങ്ങൾക്ക് ആർക്കും പിടികൂടാനാവില്ല. ഒറിജിനലിന് പകരം ഡമ്മി ഡയമണ്ട്സ് നീ തന്നെ വെച്ചോ.
ഞാനിതാ പോകുന്നു. യാഹാ! സൂപ്പർ സ്പീഡോ, ഇവരെ എല്ലാം നീ സേഫ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. അപ്പോഴേക്ക് ഞാൻ ചിക്കി മിക്കി ഡോളിനെ ഫോളോ ചെയ്യട്ടെ. കീക്കോ, ഞാൻ നിന്നെ സഹായിക്കട്ടെ. ചിക്കിമിക്കി കൂടിയാ, ചിങ് ചിങ് ചോ, ചോരി കരകെ ഊടൻ ചോ. ആദ്യം നീ നിന്നെ രക്ഷിക്കാൻ try ചെയ്യ്, സൂപ്പർ സ്പീഡോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സൂപ്പർ സ്പീഡോ? ഡോണ്ട് വറി ബ്രോ, ഐ വിൽ ബി ഓൾ റൈറ്റ്. അത്രയും വലിയ ഹെവി എക്സ്പ്ലോഷൻ ഫേസ് ചെയ്തതുകൊണ്ട് ഓട്ടോ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ആ ഡോളിനെ എങ്ങനെയാ ഡീൽ ചെയ്യണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു വഴിയുണ്ട് കീക്കോ. ഞാൻ ആ ഡോളിനെ ഒരിക്കൽ സ്കാൻ ചെയ്തില്ലേ, അപ്പോൾ ഞാൻ അതിലൊരു ബട്ടൺ ശ്രദ്ധിച്ചു. അതാ വയറ്റിനകത്താണുള്ളത്. നീ ആ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. ആ റോബോ അതോടെ തകർന്നു വീഴും. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ. Good job, buddy. എനിക്കിതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു മനോഹരമായ പാവയാണെന്നല്ലേ വിചാരിച്ചത്, പക്ഷേ ഇത് അവസാനം ഒരു അപകടകാരിയായല്ലോ. മമ്മി, പക്ഷെ കിക്കോ, ഈ ഡോളിന്റെ കൂടെ ചേർത്ത് വേർത്തനുണ്ടായിരുന്നല്ലോ, അതാരാ? അതിപ്പോ തന്നെ കണ്ടെത്താം. ഈ മൊബൈൽ ഈ ഡോളിന്റേതാണ്. ഈ മൊബൈലിലൂടെ അത് മാസ്റ്റർ ആരോടോ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആ മാസ്റ്റർ ആണ് ഇവളെ ഉപയോഗിച്ച് കൊള്ളയടിച്ചത്. പക്ഷെ ഞാൻ എന്റെ മൊബൈൽ വീട്ടിൽ മറന്നു വെച്ചിട്ടാ വന്നത്. അയാളാണ് ചമ്പട്ട്. അവനാണ് ഈ ഡോളിനെ ഉപയോഗിച്ച് മ്യൂസിയത്തിലെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയത്. ഡോളിനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ സ്മോക്ക് ബോംബും ഇവൻ തന്നെയാ ഷൂട്ട് ചെയ്തത്. നീ ഒളിഞ്ഞിരുന്ന അഭ്യാസം കാണിച്ചതൊക്കെ മതി. ഇനി നിന്റെ കളിയൊക്കെ ജയിലിൽ മതി. എന്താ നിങ്ങളെ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. വാ കീക്കോ ഓർ സൂപ്പർ സ്പീഡോ, വീണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ജോഡി സൺസിറ്റിയെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്.
ശത്രുക്കളെ പുക പോലെ ഊതിക്കളഞ്ഞിരിക്കുകയാണ് ദേ ഇതുപോലെ. വി ആർ പ്രൗഡ് ഓഫ് യു.